ഞാനാണ് അൻസറ തസ്നി. ഞാൻ കാസർഗോഡ് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് 15 വർഷം ആയി. ഇപ്പോഴാണ് MSc ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായത്. ഞാൻ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അന്ന് ജോയിൻ ചെയ്തത്. എനിക്ക് എന്ന് വെച്ചാല് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. എങ്ങനെയായിരിക്കും എനിക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും തന്നെ എനിക്കറിയില്ല. ഒരുപാട് ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തോന്നിക്കൊണ്ടാ വന്നത്. ഇപ്പോ മെന്റർ മാം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. എന്തിന് ഞാൻ പറഞ്ഞാലും പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതന്നെ എനിക്ക് വലിയ കാര്യം. ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഇഗ്നോയിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ 1 മാസം കൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യും, മതിയാക്കിയിട്ട് അവിടെ പോയി ചെയ്യും. ഇപ്പൊ ലേൺവൈസിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പഠിക്കാന് ഭയങ്കര കുറവാ, സമയം വളരെ കുറവാണ്. പക്ഷെ എന്നാലും എനിക്ക് പറ്റും എന്നുള്ള, എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉണ്ട്. ഇപ്പൊ ഈ ആക്ഷൻ ടാസ്കിൽ ഞാൻ പഠിക്കാത്ത ദിവസം പോലും ആക്ഷൻ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കയറാൻ വേണ്ടിയിട്ടായാലും ഏത് സമയത്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ അത് ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ സ്റ്റെപ്പിലും എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടും പോലെ തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ റേസറിൻ്റെതായാലും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നി. നമ്മളെ തന്നെ സെൽഫായിട്ട് ഒരു ലവ് ചെയ്യണം എന്നുള്ള ഒരു എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട്. അതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും. ആരെങ്കിലും ഒന്ന് ബാക്ക് സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുറെ നാൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് ലേൺവൈസിന് കിട്ടുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതും. അപ്പൊ അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.